തിരക്കേറിയ ചെന്നൈ നഗരത്തിൽ വിശുദ്ധ തോമസ് ശ്ലീഹയുടെ അനുഗ്രഹത്താൽ സമർത്ഥീകരിക്കപ്പെട്ട മൈലാപ്പൂരിലെ സാൻതോം ബസലിക്ക. ലോകത്ത് 3 പള്ളികൾ മാത്രമാണ് അപ്പോസ്തലന്മാരുടെ കല്ലറയ്ക്ക് മുകളിൽ പണിതുയർത്തിയിട്ടുള്ളത്. റോമിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്ക, സ്പെയിനിലെ ചർച്ച് ഓഫ് സെൻറ്റ് ജെയിംസ് ദി ഗ്രേറ്റ്, മൂന്നാമത്തേത് മൈലാപ്പൂരിലെ സാൻതോം ബസലിക്ക. യേശുക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായ വിശുദ്ധ തോമസ് ശ്ലീഹ ദൈവവചനം പ്രചരിപ്പിക്കുന്നതിനായി AD 52-ാം നൂറ്റാണ്ടിൽ ഭാരതത്തിൽ എത്തിച്ചേർന്നുവെന്നാണ് ഐതിഹ്യം. തൻ്റെ ദൗത്യവുമായി അദ്ദേഹം എത്തിച്ചേർന്നത് കേരളത്തിലെ കൊടുങ്ങല്ലൂർ എന്ന സ്ഥലത്ത്. അവിടെ അദ്ദേഹം ദൈവവചനം പ്രചരിപ്പിക്കുകയും 7 പള്ളികൾ സ്ഥാപിക്കുകയും ചെയ്തു. പാലയൂർ, കൊടുങ്ങല്ലൂർ, കോട്ടക്കാവ്, കോക്കമംഗലം, നിരണം, കൊല്ലം, നിലയ്ക്കൽ എന്നീ സ്ഥലങ്ങളിലാണ് 7 പള്ളികൾ സ്ഥിതി ചെയ്യുന്നത്. തൻ്റെ ദൗത്യവുമായി പിന്നീട് സെൻറ് തോമസ് എത്തിച്ചേർന്നത് തമിഴ്നാട്ടിൽ. മൈലാപ്പൂരിലെ സെൻറ് തോമസ് ബസലിക്കയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സെൻറ് തോമസിൻ്റെ ചരിത്രം തമിഴ്നാട്ടിലെ 3 പള്ളികളിലായി എഴുതപ്പെട്ടിരിക്കുന്നു. മൈലാപ്പൂരിലെ സെൻറ് തോമസ് ബസലിക്ക, ചിന്നമലയിലെ ലിറ്റിൽ മൗണ്ട്, പറങ്കിമലയിലെ സെൻറ് തോമസ് മൗണ്ട്. കേരളത്തിൽ നിന്നും യാത്ര ആരംഭിച്ച സെൻറ് തോമസ് ചിന്നമലയിലെ ഒരു ഗുഹയിൽ താമസിക്കുകയാണ് ഉണ്ടായത്. ഇത് ലിറ്റിൽ മൗണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്നു. ചിന്നമലയിൽ പ്രധാനമായും 3 പള്ളികളാണുള്ളത്. 1551 AD പോർച്ചുഗീസുകാർ ലേഡി ഓഫ് ഹെൽത്തിന് വേണ്ടി സമർപ്പിച്ച തോമസ് ശ്ലീഹ താമസിച്ചിരുന്ന ഗുഹയ്ക്ക് മുകളിൽ സ്ഥാപിച്ച ആരാധനാലയം. ഇതിനു വലത്തുവശത്തായി പ്രാർത്ഥനയ്ക്കു വേണ്ടി മാത്രം സ്ഥാപിച്ചിരിക്കുന്ന യൂക്കറിസ്റ്റിക് ചർച്ച്, 1971 സ്ഥാപിച്ച ചർച്ച് ഓഫ് അവർ ലേഡി ഓഫ് ഹെൽത്ത് എന്നിങ്ങനെയാണവ. Hi guys, welcome to Little Mount. Little Mount is one of the important historical holy places connected with St. Thomas. St. Thomas lived here around 72 AD and he shed his precious blood to bear witness to the love of Jesus. He formed a community at Santom, but he found a rocky cave very safe for his stay and to be alone with God. For his prayer and meditation and for his own safety, this cave was very useful. And one day when his enemies came to catch him, he prayed and a big boulder fell down from the rear side of the cave. We can see the opening through which St. Thomas escaped for life to St. Thomas Mount. And while he escaped for life through that opening, the handprint was made on the rock. Still today we can see the handprint of St. Thomas on the rock near the opening. And then we have the cross carved by St. Thomas. It was bleeding till 1702. And from 1702 onwards it is stopped. On the day of his martyrdom, December 18th, every year the cross was bleeding. And there is a fountain of St. Thomas. St. Thomas was thirsty and he struck the rock with his staff and the rock split open and gave water to drink. And till today we get little water from that rocky place, and it brings a lot of blessings to the sick people. And in the year 1551, a beautiful church dedicated to Our Lady of Health was constructed by Portuguese merchants, missionaries. And in commemoration of the 19th centenary of the martyrdom of St. Thomas, a round church, beautiful church, was built in 1971. And every year, a lot of people come to this holy shrine to visit St. Thomas
place and to pray to our Blessed Mother, Our Lady of Health. Every year on the 5th week of Easter we celebrate with grand celebration of the feast of Our Lady of Health. And people, irrespective of faith, creed and religion, people come and receive God's blessings. And I welcome you all again to this holy place of St. Thomas. God bless you. സെൻറ് തോമസ് താമസിച്ചിരുന്ന ഗുഹയ്ക്കുള്ളിൽ പാറയിൽ കൈമുട്ട് കുത്തിനിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായ കൈയടയാളങ്ങൾ, ഉറവ കണ്ട സ്ഥലത്തിന് മുന്നിലായി സെൻറ് തോമസിൻ്റെ 2 കാലടയാളങ്ങൾ എന്നിവ തിരശേഷിപ്പ് പോലെ തന്നെ കാണുവാൻ സാധിക്കും. ഇവിടെയുള്ള ആരാധനയും താമസവും ദൈവവചനം പ്രചരിപ്പിക്കലും ഹൈന്ദവരെ തോമാശ്ലീഹയ്ക്കെതിരാക്കുകയും അവർ തോമാശ്ലീഹയ്ക്കെതിരെ ആക്രമണം നടത്തുകയും ചെയ്തു. അങ്ങനെ ലിറ്റിൽ മൗണ്ടിലെ ഗുഹയിൽ നിന്നും പലായനം ചെയ്ത തോമാശ്ലീഹ ക്രിസ്തുവചനം ആളുകളിലേക്ക് പ്രചരിപ്പിക്കുന്നതിനായി തെരഞ്ഞെടുത്തത് പെരിയമല എന്ന സ്ഥലമാണ്. യൂറോപ്യൻസിൻ്റെ വരവോടെ അത് പറങ്ങിമല എന്ന പേരിൽ അറിയപ്പെട്ടു. സെൻറ് തോമസ് അവിടെ ആരാധന ആരംഭിക്കുകയും മാർത്തോമാക്കുരിശ് സ്ഥാപിക്കുകയും ചെയ്തു. തോമാശ്ലീഹായുടെ കാലത്തിന് ശേഷം അവിടം സെൻറ് തോമസ് മൗണ്ട് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. തോമാശ്ലീഹ കൽക്കുരിശ് സ്ഥാപിച്ച് ഇവിടെയുള്ള ആരാധനയും ആളുകളിലേക്ക് ക്രിസ്തുമതം പ്രചരിപ്പിക്കുന്നതും വീണ്ടും തുടർന്നത് ഇവിടെയുള്ള ബ്രാഹ്മണ സമൂഹത്തെ അസ്വസ്ഥരാക്കി. തോമാശ്ലീഹ ദുർമന്ത്രവാദിയാണെന്ന പ്രചാരണത്തോടെ അദ്ദേഹത്തിനെതിരെ അവർ നീക്കങ്ങൾ ആരംഭിച്ചു. എന്നാൽ തൻ്റെ ദൗത്യം തുടർന്ന തോമാശ്ലീഹായെ ഒരാരാധനാ സമയത്ത് ഒരു ബ്രാഹ്മണൻ പിന്നിൽ നിന്നും കുന്തം കൊണ്ട് കുത്തി കൊലപ്പെടുത്തി. അങ്ങനെ AD 72 20 വർഷം ഭാരതത്തിൽ നീണ്ടുനിന്ന തോമാശ്ലീഹായുടെ ദൗത്യം അദ്ദേഹത്തിൻ്റെ മരണത്തോടെ അവസാനിക്കുകയാണ് ഉണ്ടായത്. AD 1726 പോർച്ചുഗീസുകാർ സ്ഥാപിച്ചതാണ് നാം ഇപ്പോൾ കാണുന്ന പള്ളി. പള്ളിയുടെ അൾത്താരയിൽ വെച്ചാണ് സെൻറ് തോമസ് കുത്തുകൊണ്ട് മരണപ്പെടുന്നത്. തോമാശ്ലീഹ കൊണ്ടുവന്ന കൽക്കുരിശും സ്വർണത്തിൽ പൊതിഞ്ഞ അതിൻ്റെ മാതൃകയും അൾത്താരയിൽ കാണാം. കൽക്കുരിശ് ബ്ലീഡിംഗ് ക്രോസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. 1702 ആദ്യമായി ഇതിലൂടെ രക്തം പ്രവഹിച്ചത്. 1704 അവസാനമായി മർത്തോമാ കുരിശിലൂടെ രക്തം പ്രവഹിച്ചത്. അതുപോലെ വിശുദ്ധ യൂക്കാശ്ലീഹ മറിയത്തിൻ്റെ ഓർമ്മയ്ക്കായി വരച്ചു നൽകിയ മറിയവും ഉണ്ണീശോയും ചേർന്ന ചിത്രവും ഇവിടെയുണ്ട്. ഇത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ക്രിസ്ത്യൻ പെയിൻറ്റിംഗ് ആണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1986 ഇവിടം സന്ദർശിക്കുകയും വിശ്വാസികൾക്ക് അനുഗ്രഹം കൈമാറുകയും ചെയ്തു. അതിൻ്റെ സ്മരണയ്ക്കായി പള്ളിമുറ്റത്ത് മാർപ്പാപ്പയുടെ രൂപം സ്ഥാപിച്ചിരിക്കുന്നു. പറങ്കിമലയിൽ വെച്ച് മരിച്ചുവെങ്കിലും സെൻറ് തോമസിൻ്റെ മൃതശരീരം മൈലാപ്പൂരിലെ സാംതോം പള്ളിയിലാണ് സംസ്കരിച്ചത്. മാർത്തോമ അടക്കം ചെയ്യപ്പെട്ട് നൂറ്റാണ്ടുകൾക്ക് ശേഷം ശവകുടീരം പുതുക്കി പണിയുവാൻ ശ്രമം തുടങ്ങിയത് പോർച്ചുഗീസുകാരാണ്. AD 1523 തോമസിൻ്റെ ഭവനം എന്നർത്ഥമുള്ള ഡെൻ തൂമ എന്ന ചെറിയ സ്മാരകം പറങ്കികൾ സാംതോമിൽ കണ്ടെത്തുകയും മുസ്ലിങ്ങളുടെ കൈവശമുണ്ടായിരുന്ന അതിനെ പുനരുദ്ധരിച്ച തിരുശേഷിപ്പ് പുതിയ കല്ലറയിലേക്ക് മാറ്റുകയും ചെയ്തു. ഇക്കാലത്താണ് സാംതോം ഡി മൈലാപ്പൂർ എന്ന പുതിയ രൂപത രൂപം കൊണ്ടത്. ഗോതിക് വാസ്തുശില്പരീതിയിലുള്ള പള്ളിയുടെ നിർമ്മാണം 1896 ആരംഭിച്ചത്. മാർച്ച് 16 പരിശുദ്ധ പിതാവ് 12 പിയൂസ് മാർപ്പാപ്പ ഈ തീർത്ഥാടന കേന്ദ്രത്തെ ഒരു ബസിലിക്കയായി പ്രഖ്യാപിച്ചു.
പള്ളിയുടെ അടിയിലുള്ള അറയിലാണ് തോമാസ് ലീഹായുടെ മൃതശരീരം അടക്കം ചെയ്തിരിക്കുന്നത്. തോമാസ് ലീഹായുടെ തിരശേഷിപ്പായി ഒരു ചെറിയ എല്ലിൻ കഷ്ണവും കുത്തിക്കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കുന്തത്തിന്റെ മുനയും മാത്രമാണിപ്പോഴുള്ളത്. ബസിലിക്കയിലെ 3 അടി ഉയരമുള്ള കന്യാമറിയത്തിന്റെ രൂപം 1543 പോർച്ചുഗലിൽ നിന്നും കൊണ്ടുവന്നതായി ചരിത്രകാരന്മാർ പറയുന്നു. സാന്റ് തോം ബസിലിക്കയുടെ ചരിത്രത്തിൽ 4 തവണ വിശുദ്ധ തോമാസ് ലീഹായുടെ കല്ലറ തുറക്കപ്പെട്ടിട്ടുണ്ട്. സെന്റ് ഗ്രിഗറി ഓഫ് ടവേഴ്സ് നൽകുന്ന സൂചന അനുസരിച്ച് രാജമഹാദേവൻ എന്നയാളുടെ പുത്രന്റെ രോഗം ഭേദമാക്കുന്നതിനാണ് ആദ്യമായി കല്ലറ തുറക്കുന്നത്. 2ാം തവണ സെന്റ് തോമസിന്റെ തിരുശേഷിപ്പ് ഇറ്റലിയിലേക്ക് കൊണ്ടുപോകുന്നതിനു വേണ്ടിയും പള്ളിയുടെ പുനരുദ്ധാരണത്തിനു വേണ്ടി പറങ്കികൾ 1523 3ാം തവണയും പള്ളി തുറന്നു. പിന്നീട് 1729 4ാം തവണ കല്ലറ തുറന്നതായി പറയപ്പെടുന്നു. പള്ളിയുടെ പിൻഭാഗത്തായി കടലിനോട് ചേർന്ന് തോമാസ് ലീഹ സ്ഥാപിച്ചു എന്ന് കരുതപ്പെടുന്ന ഒരു മരക്കൊടിമരവും സ്ഥിതി ചെയ്യുന്നു. 2004 ഉണ്ടായ സുനാമിയിൽ മറീന ബീച്ചിന്റെ തീരത്തെ ഒട്ടേറെ ജീവനുകളും കെട്ടിടങ്ങളും നഷ്ടപ്പെട്ടുവെങ്കിലും തോമാസ് ലീഹ സ്ഥാപിച്ച കൊടിമരത്തിന് മുകളിലേക്ക് വെള്ളം കയറാഞ്ഞത് അദ്ദേഹത്തിന്റെ അത്ഭുത പ്രവൃത്തിയായി വിശ്വാസികൾ കരുതുന്നു. അതെ, ഇത്തരം അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും വിശ്വാസികളിലേക്ക് പകർന്നു നൽകിക്കൊണ്ട് സാന്റ് തോം ബസിലിക്ക വിശുദ്ധ തോമാസ് ലീഹായുടെ സ്മരണയിൽ നിറഞ്ഞു നിൽക്കുന്നു.